ഹായ് ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ? എന്താ ഈ കൊടയൊക്കെ ചൂടിയെന്നാണോ? ഇത്ര ഉച്ചയ്ക്കൊക്കെ ഉണ്ടല്ലോ കത്തിയെരിയുന്ന ചൂടായിരുന്നു, ഗ്രീഷ്മച്ചൂട്. കത്തിയെരിയും ഈ ഗ്രീഷ്മത്തിനപ്പുറം ഒരു പൂക്കാലം ഉണ്ടായിരിക്കാം അല്ലേ? ഒരു മഴക്കാലമാണ് ആദ്യം ഉണ്ടായത് കേട്ടോ. ഞാൻ ടൗണിൽ പോയായിരുന്നു. ടൗണിൽ നിന്നപ്പോഴത്തേനും ഭയങ്കര ശബ്ദം, പേടിപ്പെടുത്തുന്ന ശബ്ദം കേട്ടോണ്ട് ഞാൻ കൊറിയർ ഓഫീസിൽ ഇരുന്നപ്പോൾ ഞാനും അവിടുത്തെ സ്റ്റാഫും കൂടി പുറത്തിറങ്ങി നോക്കുമ്പോണ്ട് ടൗണിൽ വലിയ ചുഴലിക്കാറ്റാണോ കൊടുങ്കാറ്റാണോ എന്ന് തിരിച്ചറിയാൻ വയ്യാത്ത വിധത്തിൽ ഭയങ്കര കാറ്റ്, ഭൂമി കുലുക്കം പോലെ. അവിടുത്തെ ഷീറ്റെല്ലാം അങ്ങനെ പറന്നുപോയി. അപ്പോൾ എന്താണ്, ഈ ഒരു തരം ഷീറ്റിലെ വെയിറ്റ് കുറഞ്ഞ ഷീറ്റൊക്കെ പറത്തിക്കൊണ്ടുപോയി. അങ്ങനെ കുറേ സമയത്തേന് ഭീകരമായ ഒരു അന്തരീക്ഷമായിരുന്നു. പ്രകൃതി ഭീകര രൂപിണിയായി സംഹാര താണ്ഡവമാടി കുറച്ച് സമയത്തേക്ക്. അപ്പോൾ കറണ്ടൊക്കെ പോയി കിടക്കുവാണ്. എവിടെയൊക്കെയോ മരമൊക്കെ ഒടിഞ്ഞു വീണിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. നാളെ ആണെങ്കിൽ സൺഡേ ആണ്, അപ്പോൾ കറണ്ട് വരികയില്ല. അങ്ങനെ ഒരു അവസ്ഥ കൂടി വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്കൊക്കെ ഇപ്പോൾ ഇൻവെർട്ടറൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് വെളിച്ചം കാണാനായിട്ട് കുഴപ്പമൊന്നുമില്ല. എങ്കിലും ഞാനെപ്പോൾ ഓർമ്മിക്കുകയായിരുന്നേ, ഈ പ്രകൃതിയുടെ ഭാവങ്ങൾ ഇങ്ങനെ ക്ഷണനേരം കൊണ്ട് മാറി മറിഞ്ഞു വരുന്നത്. എത്ര സുന്ദരിയാണ് ഭൂമി അല്ലേ? ഭൂമിദേവി പുഷ്പിണിയായി. അതുപോലെ എത്ര മനോഹരമായ പാട്ടുകളുണ്ട്. ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി അല്ലേ? ഇവിടെ ജീവിച്ച് കൊതി തീരും വരെ ഇവിടെ പ്രേമിച്ച് മരിച്ചവരുണ്ടോ എന്നൊക്കെയുള്ള പാട്ടുകളില്ലേ? അപ്പോൾ അതുപോലെ സുന്ദരിയായ ഭൂമിദേവി ക്ഷണനേരം കൊണ്ട് ഭീകര രൂപിണിയായി മാറി. അപ്പോൾ അതാണ് പ്രകൃതിയുടെ ഭാവമാറ്റം, ക്ഷണനേരം കൊണ്ടാ. അതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെയും ഭാവമാറ്റം അല്ലേ? ക്ഷണനേരം കൊണ്ടാ. ഇന്നലെയൊക്കെ ഞാൻ വാർത്ത വെച്ച് കഴിഞ്ഞപ്പോൾ നടുക്കുന്ന വാർത്തകൾ, ഉറങ്ങിക്കിടന്ന അമ്മയെ മകൻ കുത്തി പരിക്കേൽപ്പിച്ചു. അതുപോലെ എല്ലാം ഇപ്പം യുവതലമുറയിൽപ്പെട്ട പകുതിയിലധികം കുട്ടികൾ, അവരെ നമ്മളൊരു ഭയപ്പാടോടെ കാണേണ്ട അവസ്ഥയാണല്ലേ? അവരുടെ മുഖം സന്തോഷപൂർണ്ണമായിരിക്കും, നമ്മൾ നോക്കുമ്പോൾ നിഷ്കളങ്കരാന്ന് തോന്നും. പക്ഷെ പെട്ടെന്ന് അങ്ങ് പ്രകോപിതരാവുകയാണ്. ഇന്ന് ഇവിടെ ഈ പ്രകൃതിയിൽ സംഭവിച്ചതുപോലെ ക്ഷണനേരം കൊണ്ട് മനുഷ്യർ, അത് വലിയവരായാലും അതെ കുട്ടികളായാലും അതെ, എന്താണാവോ സംഭവിക്കുന്നത് എന്ന് ചിലപ്പോൾ ഞാൻ ആലോചിക്കും. കലികാലം എന്നല്ലാതെ എന്തു പറയാൻ? കാലത്തിൻ്റെ പോക്ക്, MDMA തുടങ്ങിയ വീര്യം കൂടിയ മയക്കുമരുന്നുകളുടെ ഉപയോഗം, പിന്നെ ഇലക്ട്രോണിക് മൊബൈൽ പോലെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ അഡിക്ഷൻ ഒക്കെ കൊണ്ട് മനുഷ്യ മനസ്സ് നിയന്ത്രണാതീതമായി പിടിവിട്ടങ്ങ് പോവുക. അപ്പോൾ നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റിയില്ല. നമ്മുടെ മുന്നിൽ ഇപ്പം കാണുന്ന ശാന്തരൂപനായി കാണുന്ന അല്ലെ ശാന്തരൂപിണിയായി കാണുന്ന മനുഷ്യർ ക്ഷണനേരം കൊണ്ട് അങ്ങോട്ട് രൗദ്രഭാവം പൂണ്ട് നമ്മളെ ആക്രമിക്കാൻ വരുന്ന മട്ടിലുള്ള ഒരു മനോഭാവങ്ങളാണ്. അതുപോലെ തന്നെ ചിലരൊക്കെ ആയിട്ട് ഇടപെടുമ്പോഴുണ്ടല്ലോ, അവരുടെ മനസ്സൊക്കെ ഒരു പല തരത്തിൽ ദുഷ്ടചിന്തകളാ, ദുഷ്ടലാക്കുകളാ. ആരെങ്കിലുമൊക്കെ ആയിട്ട് ഇടപെടുമ്പോഴേ നമുക്ക് പല അനുഭവങ്ങൾ പല തരത്തിൽ. അപ്പോൾ മൊത്തത്തിൽ അങ്ങ് ചിന്തിക്കുമ്പം കലികാലമെന്നല്ലാതെ എന്ത് പറയാൻ. അപ്പം നല്ലൊരു മഴ കഴിഞ്ഞു. ഞാൻ ടൗണിൽ പോയി വന്നതായിരുന്നു കേട്ടോ. നല്ലൊരു മഴ കഴിഞ്ഞു. ഭൂമിദേവി അങ്ങനെ മഴയിൽ കുളിച്ച് നിൽക്കുകയാണ്. മഞ്ഞിൽ കുളിച്ച മലമുകളിൽ എന്ന് പറയുന്നത് പോലെ മഴയിൽ കുളിച്ച ഭൂമിയിലാണ്, മുറ്റത്താണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. മഴയിൽ കുളിച്ച് നിൽക്കുന്ന പ്രകൃതി ദൃശ്യങ്ങൾ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ദേ കണ്ടോ, ദൂരെ ദൂരെ എൻ്റെ മുരിങ്ങച്ചെടിയെല്ലാം വാടിത്തളർന്ന, വെയിലത്ത് വാടിത്തളർന്ന് നിന്നതാണ്. മഴ കാറ്റ് വന്നപ്പോഴത്തേന് അതിന് ശക്തി കുറവല്ലേ, കരുത്ത് കുറവല്ലേ, ദുർബലമല്ലേ. അപ്പോൾ ഇതെല്ലാം തല കുമ്പിട്ട് നിൽക്കുന്നു. പിന്നെ ദൂരെ ദൂരെ നല്ല ഇയലുവാകെ പൂത്ത് നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാമോ എന്നറിയില്ല. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ വീടിന് ചുറ്റുമുള്ള കാഴ്ചകൾ. മഴയിൽ കുളിച്ച് നിൽക്കുന്ന പ്രകൃതിയെ കണ്ടോ, പ്രകൃതി ദേവിയെ കണ്ടോ. ഞാൻ ഇന്നലെ ടൗണിൽ പോയിട്ട് വന്നപ്പോൾ ഇത്തിരി കൂടി ലേറ്റ് ആയിരുന്നു. അപ്പോൾ മനോഹരമായ ഒരു സൂര്യാസ്തമയം കണ്ടു. ആ സൂര്യാസ്തമയം വെച്ചിട്ട് ഞാനൊരു സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ട്. അതും കൂടെ ഈ വീഡിയോയിൽ ഞാൻ എഡിറ്റ് ചെയ്ത് ചേർക്കാവോ നോക്കട്ടെ. സൂര്യാസ്തമയം കാണാൻ കന്യാകുമാരിയിലൊന്നും പോകണ്ട, മനോഹരമായ ഒരു സൂര്യാസ്തമയം ഇവിടെ എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് ഞാൻ കണ്ടു. അതിൻ്റെ സുന്ദര ദൃശ്യം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ആകാശത്തിൻ്റെ മനോഹാരിത, ഇപ്പം കണ്ടത് ഭൂമിയുടെ മനോഹാരിതയല്ലേ, മഴയിൽ കുളിച്ച് നിൽക്കുന്ന ഭൂമിയുടെ മനോഹാരിതയല്ലേ കണ്ടത്. ഇനി അസ്തമന സൂര്യൻ്റെ അരുണപ്രഭയിൽ സാന്ധ്യ ശോഭയിൽ കുളിച്ചു നിൽക്കുന്ന ആകാശ ഭംഗി കൂടി ഞാനൊന്ന് കാണിച്ചു തരാമേ. എന്തു ഭംഗി നിന്നെ കാണാൻ എൻ്റെ സൂര്യദേവാ, സാന്ധ്യശോഭ പേറി നിൽപ്പൂ നീലവാനിൽ നീ. അപ്പോൾ ഭൂമിയും ആകാശവും ഒക്കെ വളരെ സുന്ദരമാണ്. എന്നാൽ ക്ഷണനേരം കൊണ്ട് ചിലപ്പോൾ ഭീകര രൂപിണികളായി മാറും.
അങ്ങനെ മാറുമ്പോൾ സംഹാര താണ്ഡവമാടും. ആ സംഹാര താണ്ഡവത്തിൽ പലപ്പോഴും മനുഷ്യരാകുന്ന ചെറുജീവികൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരുന്നുണ്ടല്ലേ. ഞാൻ ചെറുജീവി എന്ന് മനഃപൂർവ്വം പ്രയോഗിച്ചതാ. എന്താണെന്നല്ലേ, നമ്മളുടെ വിചാരം നമ്മളാണ്, മനുഷ്യരാണ്, ഭൂമിയെ അടക്കി ഭരിക്കുന്നതും വാഴുന്നതും നമ്മിൽ കവിഞ്ഞ് ആരുമില്ല എന്നാണ്. ചന്ദ്രനിലോളം എത്തി ഇനി സൂര്യനിലോളം എത്താൻ പോരുന്ന കരുത്തുള്ളവരാണ് നമ്മളെന്നാണ് നമ്മളുടെ ഒരു വിചാരം, ഒരു മിഥ്യാധാരണ, ഒരു അഹങ്കാരം. അവിടെ പണമുള്ളവനെ ഇല്ലാത്തവനെ പുച്ഛം, കഴിവുള്ളവനെ ഇല്ലാത്തവനെ പുച്ഛം അല്ലേ. എന്നിട്ട് എനിക്ക് പണമുണ്ട്, എനിക്ക് കഴിവുണ്ട്, അതുകൊണ്ട് എന്നിൽ കവിഞ്ഞ് ആരുമില്ല എന്നുള്ള അഹംബോധം. ഈ ബോധങ്ങളൊക്കെ ക്ഷണനേരം കൊണ്ട് തകിടം മറിയാവുന്നതേ ഉള്ളൂ. നമ്മുടെ ശ്വാസം പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു 2-3 ദിവസം കൊണ്ട് വെറും കൃമികളായി പോകുന്ന ശരീരമാണ് നമ്മുടേത്. കത്തിച്ച ചാമ്പലാകും. അതുപോലെ തന്നെ എന്താ പറയുക, സംസ്കരിച്ച് കഴിഞ്ഞാൽ 2-3 ദിവസത്തിനകം പുഴുവരിക്കും. അതാണ് ഈ ദേഹം. എന്നിട്ട് നമ്മൾ മനുഷ്യർ ഈ ദേഹത്തെക്കുറിച്ച് എന്തുമാത്രം അഹങ്കരിച്ചാണ് ജീവിക്കുന്നതെന്നൊന്ന് ചിന്തിച്ച് നോക്കണ്ടേ നമ്മൾ? ആ ഒരു ചിന്തയാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി ഈ ചിന്താശകലമാണ് ഞാൻ ഇട്ടുതരുന്നത്. അപ്പോൾ നമുക്ക് അവസരം കിട്ടുമ്പോൾ നമ്മൾ മനുഷ്യർക്ക് ചെറിയ ചെറിയ നിസ്സാരങ്ങളെന്ന് തോന്നുന്നതാണെങ്കിലും അവസരോചിതമായി വേണ്ട അവസരത്തിൽ ചെറിയ പ്രത്യുപകാരങ്ങൾ ചെയ്തുകൊണ്ട് ഓരോ നിമിഷവും അല്ലെങ്കിൽ ഓരോ ദിവസവും നമുക്ക് മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനോ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനോ കിട്ടുന്ന, സേവനം ചെയ്യാനോ ഒക്കെ കിട്ടുന്ന ചെറിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഓരോ ദിവസവും നമ്മൾ ധന്യമാക്കി തീർക്കുക. ഇന്നലെ ഞാൻ കണ്ട സൂര്യാസ്തമയം പോലെ, സൂര്യൻ അസ്തമിക്കുന്ന സമയത്തും അത് ആകാശത്തിന് വളരെയധികം മനോഹാരിത നൽകിക്കൊണ്ടാണ് തൻ്റെ ഒരു ദിവസത്തെ ജീവിതം അവസാനിപ്പിക്കുന്നത്. അതുപോലെ നമ്മുടെ ജീവിതവും അവസാനിക്കുവോളം, അവസാന നിമിഷം വരെ നമുക്ക് പറ്റുമെങ്കിൽ മറ്റുള്ളവരെ, ചുറ്റുമുള്ളവരെ സന്തോഷിപ്പിച്ച് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞ നന്മ പുറത്തേക്ക് പ്രവഹിച്ച് അവരിലേക്ക് വർഷിച്ച് അങ്ങനെ നന്മയുടെ കിരണങ്ങൾ ചുറ്റും വ്യാപിപ്പിച്ച് നന്മ നിറഞ്ഞവരായി, പ്രകാശം പരത്തുന്നവരായി മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. കാരണം എൻ്റെ ജീവിതം എത്ര നീളുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നൊരു പ്രാർത്ഥനയിൽ പറയുന്നുണ്ടല്ലേ. നമ്മുടെ ആരുടെയെങ്കിലും ജീവിതം എത്ര നീളുമെന്ന് നമുക്കറിയാമോ? ഇപ്പോൾ കുറേ പേര് കാശ്മീരിൽ ടൂറിന് പോയില്ലേ, അവർ വിചാരിച്ചോ അവർക്ക് ക്ഷണനേരം കൊണ്ട് ഇങ്ങനെ സംഭവിക്കുമെന്ന്? ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ അടുത്ത ക്ഷണനേരത്തിൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ? പറ്റുമായിരുന്നെങ്കിൽ നമ്മളൊക്കെ എത്ര മിടുക്കരായിരുന്നു അല്ലേ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് തിരികെ പോവുകയാണ്. അങ്ങനെ പറ്റുമായിരുന്നെങ്കിൽ നമ്മൾ മിടുക്കരായിരുന്നു. നമ്മൾ ഈ സ്വരുക്കൂട്ടി വെച്ചതെല്ലാം, ഈ ഭൗതിക സമ്പത്തെല്ലാം അടുത്ത ക്ഷണനേരത്തിൽ അത് നമുക്കെങ്ങനെ പ്രയോജനപ്പെടും, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അതിനെ വിനിയോഗിക്കാം എന്നൊക്കെ നമുക്കുണ്ട്, ഒരു കാൽക്കുലേഷൻ ഉണ്ട്. അതല്ല ഞാൻ പറയുന്നത്, ആ കാൽക്കുലേഷൻ വേണം. ഒരു ദീർഘവീക്ഷണത്തോടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം, എങ്കിൽ മാത്രമേ ജീവിതത്തിൽ വിജയം ഉണ്ടാവുകയുള്ളൂ. അത് ശരി തന്നെയാണ്, ഞാൻ സമ്മതിച്ചു. എന്നിരുന്നാൽ തന്നെയും അതിനൊരു മറുവശമുണ്ട് എന്നതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. ശരിയല്ലേ? അപ്പോൾ അടുത്ത നിമിഷത്തിൽ നമുക്കിതിനെല്ലാം പിടിച്ച് നമ്മുടെ കൺട്രോളിൽ നിർത്താം എന്ന് 100% ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അവിടെയാണ് മനുഷ്യൻ്റെ നിസ്സാരത. നിസ്സാരമായ വൈറസ് അല്ലേ, കോവിഡ് വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതല്ലേ. അന്ന് മനുഷ്യർ കുറേ തിരിച്ചറിവുണ്ടായിരുന്നു. പ്രളയം വന്നപ്പോഴും ഉണ്ടായിരുന്നു. പ്രളയം കഴിഞ്ഞു, തിരിച്ചറിവ് ആ കൂടെ ഒലിച്ചു പോയി. കോവിഡ് വന്നു, മാസ്ക് എല്ലാം വെച്ച് നമ്മൾ നടന്നു, മാസ്ക് മാറ്റി, അപ്പോഴാ തിരിച്ചറിവും അങ്ങ് മാറിപ്പോയി. ഇതാണ് മനുഷ്യൻ. എല്ലാം അങ്ങ് മറന്നു പോകും. നമ്മുടെയൊക്കെ പൊതു സ്വഭാവമാണ്, ഈ ഞാൻ ഉൾപ്പെടെ. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? ദേഹം നിമിത്തം നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. ഞാൻ വലിയവനാണ്, ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ രാജാവാണ് എന്നൊക്കെ പറഞ്ഞ് ഈ ദേഹത്തെക്കുറിച്ച് വലിയ അഭിമാനം കൊണ്ടിട്ട് ഒരു കാര്യവുമില്ല. മരിച്ചു മണ്ണടിഞ്ഞു കഴിയുമ്പോൾ ചാരമായി പോകും, കൃമികീടമായി പോകും. ഇനി ആരുമില്ലാത്ത അനാഥ ജന്മങ്ങളാണെങ്കിൽ വല്ല വഴിയോരത്തും മരിച്ചു കിടന്നിട്ട് അത് പക്ഷികൾക്ക് ഭക്ഷണമായി തീരും. ശരിയല്ലേ? അതുപോലെ പല കവികളും പറഞ്ഞതുപോലെ വെള്ളത്തിലെ നീർക്കുമിള പോലെയാണ് ജീവിതം. എപ്പോൾ വേണമെങ്കിലും ഒരു ചെറിയ ചലനം മതി, അത് പൊലിഞ്ഞു പോകാം. അതുപോലെ എഴുത്തച്ഛൻ പറയുന്നുണ്ട് കേട്ടോ, അധ്യാത്മ രാമായണത്തിൽ, വന്യസന്തപ്തലോഹസ്താംബുബിന്ധുന സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. എന്താണ് അർത്ഥം?
വഹ്നി അഗ്നി തീയിൽ ചുട്ടുപഴുത്ത ലോഹത്തിൽ വീണ ജലകണിക പോലെയാണെന്ന് മനുഷ്യൻ്റെ ആയുസ്. തീയിൽ ചുട്ടുപഴുത്ത ലോഹത്തിൽ വീഴുന്ന ജലകണികയുടെ അവസ്ഥ എന്താ? ദോശക്കല്ലൊക്കെ ചുട്ടുപഴുത്ത അധികം ചൂടാകുമ്പോൾ ഇങ്ങനെ നമ്മൾ ഇത്തിരി വെള്ളം ഉറ്റിക്കും അല്ലേ? അപ്പം അങ്ങനെ വെള്ളം തളിച്ച് കഴിയുമ്പോഴത്തേന് ശീ എന്നൊരു ശബ്ദം കേൾക്കാം. അത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ ആയുസ്സും എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ഇവിടേക്ക് എത്തിയത് എങ്ങനെയാണ്? ഇനി ഞാൻ ടൗണിൽ പോയി കഴിഞ്ഞപ്പം ഈ സംഭാഷണത്തിലേക്ക് എത്തിച്ചേർന്നത് എവിടെ നിന്നാണ്, ഏത് സന്ദർഭത്തിൽ നിന്നാണ്? ഇന്ന് ഞാൻ ടൗണിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ വലിയ ചുഴലിക്കാറ്റോ കൊടുങ്കാറ്റോ എന്നൊക്കെ തോന്നുന്ന വിധത്തിലുള്ള വലിയ ഒരു പ്രകമ്പനമായിരുന്നു, ഒരു വലിയ ശബ്ദമായിരുന്നു, ഒരു വലിയ പെരുമഴ പെയ്തൊഴിഞ്ഞു. പെരുമഴ പെയ്തൊഴിഞ്ഞ് ശാന്തമായ ആകാശം. പക്ഷേ കറണ്ടൊക്കെ പോയി. അന്നേരം ഒരു ഭീകരമായ അന്തരീക്ഷമായിരുന്നു കേട്ടോ. ഇപ്പം നല്ല പ്രശാന്ത സുന്ദരമായി പെയ്തൊഴിഞ്ഞ് പ്രകൃതിയുടെ ആ പ്രക്ഷുബ്ധമായ വികാരങ്ങളും വിക്ഷോഭങ്ങളും ഒക്കെ പെയ്തൊഴിഞ്ഞ് ഭൂമി അങ്ങനെ സുന്ദരിയായി ഇതേ വീണ്ടും നിൽക്കുന്നു. ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന ഭാവത്തിൽ. അപ്പോഴിനി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി കാണാം കേട്ടോ. ഞാൻ കുറേ നാളായി ഇങ്ങനെ, കുറച്ച് ദിവസങ്ങളായി ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട്. ഒരു 1-2 മാസമായിട്ട് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത് ഞാനിപ്പോൾ സെയിൽ ചെയ്യുന്ന ഹണി വാക്സ് ക്രീമിൻ്റെ വീഡിയോ ചെയ്യുന്നതിലായിരുന്നു. കാരണം ആ വീഡിയോ ചെല്ലുമ്പോഴാണല്ലോ കൂടുതൽ ആൾക്കാരിലേക്ക് അത് എത്തുക. അത് വളരെയധികം ഗുണമുള്ള ഒരു ക്രീം ആയതുകൊണ്ട്, ഫെയർനെസ് ക്രീമുമാണ്, ഒപ്പം അതൊരു പെയിൻ റിലീഫ് നൽകുന്ന ഒരു ക്രീമും ആയതുകൊണ്ട് ഞാൻ അത് കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് എത്തട്ടെ, കൂടുതൽ ആൾക്കാരിലേക്ക് എത്തട്ടെ, കൂടുതൽ യൂസ്ഫുൾ ആകട്ടെ, എല്ലാവരും അതൊക്കെ ഉപയോഗിച്ച് അവരുടെ സ്കിൻ പ്രോബ്ലംസ് പരിഹരിക്കട്ടെ, വേദനയുള്ളവർക്ക് വേദനയ്ക്ക് ആശ്വാസം കിട്ടട്ടെ എന്ന് വിചാരിച്ച് ആ ക്രീം കൂടുതൽ പേരിലേക്ക് എത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് 1-2 മാസമായിട്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ജനറലായിട്ടുള്ള ഒരു വിഷയം അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ കുറച്ച് നാളുകൾ കൂടിയാണ് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ സാധ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനിയും മറ്റൊരു വിഷയവുമായി കാണാം കേട്ടോ. അതുവരെ ബൈ.